UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ PM ശ്രീ കരാർ അറബിക്കടലിൽ തള്ളുമെന്ന മുൻ പരാമർശത്തിൽ നിന്നും മലക്കം മറിഞ്ഞ മന്ത്രി KM ഷാജി. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയാക്കേണ്ടതില്ലെന്നും ഒരു മാസം കൊണ്ടെടുക്കാൻ കഴിയുന്ന തീരുമാനമല്ലെന്നും മന്ത്രി പറഞ്ഞു. ആ നിലപാട് എന്തായിരുന്നു എന്ന് നിങ്ങൾ തന്നെ കാണിച്ചാണല്ലോ. ആ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെടുത്ത സമീപനങ്ങളിൽ ഞങ്ങൾക്ക് അന്നൊന്നും മാറ്റമൊന്നുമില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ഗവൺമെൻറ് ഒരു പ്രൊസീജിയറാണ്. ഒരു മുഖ്യമന്ത്രി അത് VD സതീശനായാലും അത് പിണറായി വിജയനായാലും ഒപ്പിടുന്നത് അവരുടെ വ്യക്തിപരമായ ഒപ്പല്ല, സർക്കാരിൻ്റെ ഒപ്പാണ്. സർക്കാർ ഒരു തുടർച്ചയാണ്. ആ തുടർച്ചയിൽ ഒരു കാര്യം വരുന്ന ദിവസം തന്നെ അവസാനിപ്പിക്കാനും കരാറുകൾ റദ്ദ് ചെയ്യാനൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സമിതിയെ വെച്ചിരിക്കുന്നു. ആ സമിതിയുടെ നിരീക്ഷണം വരട്ടെ, വന്നതിന് ശേഷമാണ് അതിൻ്റെ ഫൈനലൈസ് ചെയ്തിട്ട് ആ കാര്യം പറയാൻ കഴിയും. ഇപ്പം നിർത്തിവെക്കാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നത് നിങ്ങൾ പറയുന്ന ഒരു ഭാഷയാണ്. കാരണം അത് സാങ്കേതികമായ പ്രശ്നമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, അദ്ദേഹത്തിൻ്റെ സാങ്കേതികമായ അഭിപ്രായമാണ്. പ്രചരണ സമയത്ത് താങ്കൾ തന്നെ പറഞ്ഞിരുന്നു UDF അധികാരത്തിൽ വന്നത് അറബിക്കടലിൽ വലിച്ചെറിയുമെന്നൊരു പ്രചരണ രംഗത്ത് വലിയ ആക്ഷേപം CPM-നെതിരെ ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറയുന്നത് ഒപ്പിട്ടിരുന്നുവെങ്കിലും ആ ഗവൺമെന്റ് അതിൽ നിന്ന് പിന്നോട്ട് പോയി ആ പ്രൊസീജിയേഴ്സിലോട്ട് കടന്നിട്ടില്ല എന്നതാണ്. ആ ഫണ്ട് SSKയുടെ ഭാഗമായി ന്യായമായും സംസ്ഥാനത്തിന് കിട്ടേണ്ടതുമാണ്. ഇപ്പോൾ അതാണ് UDF ഏറ്റുപിടിക്കുന്നത്. അല്ല, അത് കൈരളിയുടെ പ്രത്യേകമായ ഒരു നിരീക്ഷണമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ അതെന്താണെന്ന് വെച്ചാൽ, സുപ്രീം കോടതി ഗവൺമെൻറ്റിനെ തടഞ്ഞു വെച്ച പണം 90 ശില്ലാനം കോടി രൂപ തടഞ്ഞു വെച്ചു. ആ തടഞ്ഞു വെച്ച പണം ഇതിൽ ഒപ്പിട്ടാൽ മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറയുകയും ഒപ്പിട്ട ശേഷം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിഹിതമായിട്ടുള്ള ആ പണം ഇവിടെ വരികയും ചെയ്തു. അതതിൻ്റെ വസ്തുതാപരമായ കാര്യം. ഞങ്ങളത് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് ഫണ്ടായാലും ആ ഫണ്ട് ഗവൺമെൻറ് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. PM ശ്രീയിൽ ഒപ്പിട്ടാലേ കൊടുക്കുള്ളൂ എന്ന് ഗവൺമെൻറ് പറഞ്ഞു. ഒപ്പിട്ടതിന് ശേഷം ആ പണം കൊടുത്തു. ആ ഫണ്ടിന് PM ശ്രീയുമായി യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ, വേറെ ആർക്കും സംബന്ധിച്ചു അല്ല, അത് അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഈ ചില വാചകങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ ഈ അറബിക്കടലിൽ നിന്നൊക്കെ ചോദിക്കണമായിട്ടുള്ള വർത്താനാണത്. രാഷ്ട്രീയത്തിൽ പറയണത് ഒരു പുസ്തകം കൊണ്ട് ഒരു അറബിക്കടലിൽ ഇറങ്ങിയാൽ അവസാനിക്കില്ലല്ലോ. അതൊക്കെ പ്രസംഗത്തിലെ ചില പ്രയോഗങ്ങളാണ്. സാമാന്യമായ യുക്തിക്ക് മനസ്സിലാവും, രാഷ്ട്രീയം ഉണ്ടായപ്പോൾ മനസ്സിലാവില്ല. അത് അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗത്തിൻ്റെ പ്രശ്നമാണ്. കമ്മിറ്റഡ് ഞാൻ പറഞ്ഞ പോലെയാണ്. ഒരു ഗവൺമെൻറ് അസൈൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഞാനിപ്പോൾ ഒരു ഉത്തരവാദപ്പെട്ട മിനിസ്റ്ററാണ്. എനിക്കിപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്ത ഒരു സമീപനത്തെ ഒറ്റയടിക്ക് അതിൽ നിന്ന് മാറി പോരാൻ കഴിയില്ല. അതിന് സമയമെടുക്കും. ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങളെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കതിനകത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകളുമായി ബന്ധപ്പെട്ട 2 പോളിസിയുണ്ട്. ഒന്ന് ഐഡിയോളജിക്കലി നമുക്ക് ബാധകമാകുന്ന, പ്രത്യേകിച്ച് PM ശ്രീയെ പോലെ നമ്മളുടെ ക്യാമ്പസുകളിലേക്ക്, നമ്മളുടെ സിലബസുകളിലേക്ക്, നമ്മളുടെ കരിക്കുലത്തിലേക്ക്, നമ്മൾ വിചാരിക്കുന്ന നിരീക്ഷണങ്ങളിലേക്ക് കടന്നു കയറുന്ന ആശയപരമായ പ്രശ്നങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പുകളുണ്ടാവും, സ്വാഭാവികമാണ്. അതേസമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ പണത്തും വേണ്ടെന്ന് പറയുന്ന തരത്തിലേക്കുള്ള സമീപനം ഞങ്ങൾ എടുക്കില്ല. കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൽ അവരുടെ സ്വന്തം പൈസയല്ലല്ലോ. യഥാർത്ഥത്തിൽ ഈ മേഖലകളിലുള്ള നോർത്തിൽ നിന്ന് സൗത്തിലുള്ള സ്റ്റേറ്റുകൾക്ക് അവർ കൊടുക്കുന്ന ടാക്സിൻ്റെ വീതം പോലും കൃത്യമായിട്ട് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ള ആക്ഷേപം നിലനിൽക്കെ അത് പരമാവധി വാങ്ങിയെടുക്കുക എന്നുള്ളത് ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. പക്ഷേ പോളിസി വൈസായിട്ട് ചില കാര്യങ്ങൾ, അതാണ് PM ശ്രീ എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുടെ മുമ്പിൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പിക്ചർ വെച്ചിട്ടില്ലെങ്കിൽ പണം കൊടുക്കില്ല എന്ന് പറഞ്ഞു. ആദ്യം LDO കൊടുക്കില്ല, അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സത്യത്തിൽ പിന്നീട് അത് എല്ലാ ഹോസ്പിറ്റലുകളും പോയാൽ കാണാം, എല്ലാം അവിടെ ചിത്രം വെച്ചിരിക്കുന്നു, പണം വാങ്ങി. അതിനെ ആക്ഷേപിക്കാൻ ഞങ്ങൾ വരാതിരിക്കുന്നത് അത് ഐഡിയോളജിക്കൽ പ്രോബ്ലം അല്ല. കാരണം കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ പലതരത്തിൽ പേരുകളിൽ സ്കീമുകൾ ഉണ്ടാക്കും. നമ്മൾ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്തും അത്ര സ്കീമുകൾ വന്നിട്ടുണ്ട്. ഇന്ദിരാവാസ് യോജന എന്നൊക്കെ പറയുന്ന പല സ്കീമുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള പിടിവാശികൾ അതിൽ നിന്ന് ഒഴിവാക്കുക. പക്ഷേ PM ശ്രീ അങ്ങനെ അല്ല. PM ശ്രീ ഞാൻ പറഞ്ഞു, അത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് രണ്ടും രണ്ടായിട്ട് തന്നെ കാണുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ രീതി, ആ രീതിയോടാണ് ഞാൻ പറയുന്നത്. അതെന്തെന്ന് വെച്ചാൽ, ഒരു മാസത്തിനകത്ത് ഒരു സാധനം റദ്ദ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാൻ ഒരു ഗവൺമെൻറ്റിനും കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് സമയം അനുവദിച്ച് തരണമെന്നാണ് ഞാൻ പറയുന്നത്. അത് മീഡിയകളായാലും ആരായിരുന്നാലും അത് നിങ്ങൾ ഒരു മാസം ആകുമ്പോഴത്തേക്ക് വന്നിട്ട് ഇതെന്താ ഒപ്പിട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ, VD സതീശൻ ഒപ്പിടുന്നതും സഖാവ് പിണറായി വിജയൻ ഒപ്പിടുന്നതൊക്കെ അവരുടെ സ്വന്തം ഒപ്പല്ല, സ്റ്റേറ്റിൻ്റെ ഒപ്പാണ്. സ്റ്റേറ്റ് എടുക്കുന്ന ഒരു കരാറിൽ, സ്റ്റേറ്റ് ഒപ്പ് വെക്കുന്ന ഒരു കരാറിൽ നിന്ന് അങ്ങനെ നമ്മളുടെ ഒരു വൈരാഗ്യ ബുദ്ധി കൊണ്ട് ഇറങ്ങി പോരാനൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് അതിനകത്ത് ചില നിബന്ധന, ഞാൻ പറഞ്ഞു, നമ്മുടെ കരിക്കുലത്തെ, നമ്മളുടെ സിലബസിനെ, നമ്മളുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ കൾച്ചറിനനുസരിച്ചുള്ള ഒരു പാഠ്യപദ്ധതി കേരളത്തിൽ എന്തായാലും ഉണ്ട്.
ആ പാഠ്യപദ്ധതികൾക്ക് അനുസൃതമായിട്ട് വരാവുന്ന ഒന്നിനെ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ. അല്ലാതെ അംഗീകരിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ, അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് സമയം ആവശ്യമുണ്ടാവും, സ്വാഭാവികമായ സമയം ആവശ്യം ഉണ്ടാവും. അത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ. ഒരു ദിവസം വന്ന് പിറ്റേന്ന് ഇദ്ദേഹം ചോദിക്കുന്ന അറബിക്കടലിൽ ഇറങ്ങിയില്ലെന്നൊക്കെ ചോദിച്ചാൽ ഒരു പ്രസംഗത്തിനകത്ത് അറബിക്കടലിൽ ഇറങ്ങിയില്ല, അതൊക്കെ ഒരു വലിയ രാഷ്ട്രീയമായിട്ട് കൊണ്ടുവരികയാണ്. അറബിക്കടലിൽ കൊണ്ടുപോയിട്ട് പിന്നെ സർക്കാരിന് കരാർ അറിയാൻ പറ്റുമോ? അതൊക്കെ ടെക്നിക്കൽ പ്രസംഗത്തിൽ അങ്ങനെ പ്രയോഗം ഉണ്ടാവും. അതൊക്കെ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ തെരുവിൽ പറയേണ്ടുന്ന രാഷ്ട്രീയമാണ്. ഒരു വളരെ സീരിയസ് ആയിട്ട് ഒരു മീഡിയയുടെ അകത്തിരുന്നിട്ട് പിന്നെ കൈരളിക്ക് ചോദിക്കാം, നിങ്ങൾക്ക് അതിന് റൈറ്റ് ഉണ്ട്, ആ ചോദിച്ചോളൂ, ഞാൻ പറയേണ്ട ഞാൻ തീരുമാനിക്കണം. അപ്പോൾ അതുകൊണ്ടാണ്